പ്രിയ സുഹൃത്തുക്കളെ, എല്ലായിടത്തും നല്ല മഴ മുന്നറിയിപ്പുകളുണ്ട്. ഇവിടെ നല്ല മഴയാണ്, നല്ല വെള്ളം വരവുണ്ട്. പാടങ്ങളൊക്കെ പാടത്തിന് ചുറ്റും ആൾക്കാർ പോകുന്നുണ്ട്. കാരണം അകത്ത് പാടം പറ്റിക്കിടക്കുകയാണ്. മണ്ണ് പൊട്ടാൻ സാധ്യതയുണ്ടോ, എവിടെയെങ്കിലും മണ്ണിന് ബലക്ഷയമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കൃഷി ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. അതായത് ആദ്യം വെള്ളം പറ്റിച്ച് കള കിളിപ്പിച്ച് പിന്നെ ഒന്നുകൂടെ വെള്ളം കയറ്റിയ കള നശിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വിതയ്ക്കുക. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റിച്ചിരിക്കുകയാണ്, കളയൊക്കെ കിളുത്തിട്ടുണ്ട്. അടുത്ത ദിവസം പാടത്ത് വെള്ളം കയറ്റേണ്ടതാണ്. പക്ഷേ മഴയായത് കാരണം വെള്ളം കയറ്റുന്നില്ല. അതായത് പാടത്ത് ഈ കിളുത്തിരിക്കുന്ന കളനാശികൾ അടിച്ച് വിഷം തളിച്ച് നശിപ്പിച്ചതിന് ശേഷമാണ് വെള്ളം കയറ്റുക. ഇങ്ങനെ മഴയാണെങ്കിൽ അത് ഈ വിഷം തളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ രാവിലെ എണീക്കാനൊരു സ്വല്പം താമസിച്ച് നല്ല തണുപ്പായത് അത് മുട്ടയില്ലല്ലോ അല്ലേ? അല്ല, അത് തണുപ്പായതുകൊണ്ട് നമ്മൾ ഇന്നലെ വലയിട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിലല്ല, സന്ധ്യയായപ്പം. മഴയായിരുന്നു, അതുകൊണ്ട് വലയിടുന്ന നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു, വെള്ളം നല്ല ശക്തമായിട്ട് വരവുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനൊക്കെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് മീൻ ഇളകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വലയിട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ വല വലിക്കാൻ പോകും. ഇന്നലത്തെ മഴയിൽ വെള്ളം കുറച്ചുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് ഞാൻ പറ്റിച്ചായിരുന്നു. മഴക്കാറ് വെച്ചിരിക്കുന്നുണ്ട്. മഴക്കാറാണ്. മീൻ പിടിക്കാൻ ആൾ വന്നിട്ടുണ്ടല്ലോ, മോട്ടോർ ഒഴിക്കാത്ത. തൂളിയോ? എന്നാലേ മഞ്ഞപ്പുളിയുടെ കൊമ്പെണ്ണം ചൂണ്ടുവരലൊക്കെ ഉണ്ട്, നല്ല സുഖം. അതുകൊണ്ട് ആ വിരലടിപ്പിക്കാൻ പറ്റുന്നത്. കണ്ണിയാണ്. പൊടിമീൻ്റെ വരവുണ്ടെന്ന് പരിസരത്തെ. അത് തൂളിയല്ലേ? സർക്കാരാണോ? മുട്ട വിരിഞ്ഞു പോയ പഞ്ചായത്താണ് ഫീമെയിലേ. സർക്കാർ ഇതെല്ലാം അത് തന്നെ.
പഞ്ഞിക്കല്ല് ഇതുണ്ട്. ആ വെട്ടിക്കിടക്കും. അങ്ങോട്ട് എടുത്തിട്ടല്ലേ? അങ്ങോട്ട് എടുത്തിട്ട് അന്ന് ഇടുകാന്നേ ഉള്ളൂ. അങ്ങോട്ട് ഇട്ടാലും കാല് മാത്രമേ ഉള്ളൂ ഉടക്കിയിട്ടുള്ളൂ. ഒരു കാല്, മറ്റേ കാല് ഇപ്പം കയറി കടിച്ചതാണ്. ചേർന്ന് ആ കടി എനിക്ക് കിട്ടിയ. വളച്ചോണ്ടൊന്ന് കടിക്കരുതേ. പൊട്ടും പൊടലും ഉണ്ട്. വലിക്കണോ വിഷം കരിമീനാണല്ലോ അത്. ഈ അടുത്ത് കിട്ടിയാൽ ഏറ്റവും വലിയ കരിമീനാണ്. ഇതിൻ്റെ മുള്ളുകൊണ്ടാണ് കാര്യം. കടിച്ചു പിടിച്ചേക്കും. ആണ്ടാ ചുരുട്ടേനകത്ത് കൊഞ്ച് മേളി പൊടി കൊഞ്ച്. ആണ്ടാ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് ചെമ്മീനത് ആണോ? എത്താണല്ലോ ഇതിന് പൊങ്ങാണെങ്കിൽ എവിടെയാണ്? അങ്ങനെ നമ്മുടെ വല വലിച്ചു വെച്ചിട്ടുണ്ട്. കുറേ വെളി കിടപ്പുണ്ടേ.
കുറച്ച് കോഴി അവിടെ ഉണ്ടോ? ഇവിടെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് മഞ്ഞക്കൂരിയായിരുന്നു. വെള്ള വിളക്കത്തിന് മിക്കവാറും മഞ്ഞക്കൂരി കിട്ടാറുള്ളതാണ്. പക്ഷേ എന്തോ നിർഭാഗ്യം ഇന്ന് കിട്ടിയില്ല. എന്ന് കരുതി മഞ്ഞക്കൂരി ഒന്നും സന്തോഷിക്കേണ്ട, അവനെ നമ്മൾ പൊക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതുണ്ടത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കൊഞ്ച്. ഇതിന് നമ്മുടെ നാട്ടിലെ താമരക്കാലം കൊഞ്ചെന്നാണ് പറയുന്നത്. 2 വിലയും ഒന്ന് ഇവരെന്തോ ടൈപ്പുണ്ടോ കേട്ടോ. അടിപൊളി ഒരു കരിമീൻ, 2 കുറുവ, പിന്നെ ഒരു മുള്ളങ്കണ്ണിയൊക്കെ താഴെ തപ്പിയെടുക്കാൻ വേണ്ടി മിക്കവാറും എന്നിട്ട് കടിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള മീൻ കിട്ടാത്തതിൻ്റെ ഒരു നിരാശയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും സഹജമാണ്. ചില സമയത്ത് മീൻ കിട്ടും, ചില സമയത്ത് മീൻ കിട്ടത്തില്ല. എന്നും മീൻ കിട്ടാൻ നമ്മൾ വളർത്തുന്നൊന്നുമില്ലല്ലോ, കൊണ്ട് വിട്ടൊന്നുമല്ല തിരിച്ചു പിടിക്കാൻ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. രാവിലെ ഒന്ന് കറക്കാൻ പോകുന്നു. നിങ്ങളതിന് കറുത്ത് ചെയ്തിറങ്ങി തോന്നല്ലേ? പ്രത്യേകിച്ച് കറക്കാനൊന്നും ഇല്ലാണ്ടില്ല. അതായത് ഒരു പഴഞ്ചൊല്ലുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു പഴഞ്ചൊല്ലുണ്ട്. അമ്മയുടെ അച്ഛൻ പറയുകയാണ്, ഇതോടാ ഓർമ്മയുണ്ടോ? കുന്നത്ത് തെന്നി അടിച്ചാൽ മുറ്റത്ത് മുക്കണം. അത് തന്നെ, കുന്നത്ത് തെന്നി അടിച്ചാൽ മുറ്റത്ത് മുക്കണം. അതായത് തെന്നി ഭാഗത്തുനിന്നാണ് മഴയടിക്കുന്നത്.